അർജിത്ത് നമുക്ക് പോയിട്ട് വന്നാലോ? എക്സൈറ്റഡ് ആണോ? നോക്കിക്കേ ഈ മരത്തിൻ്റെ ഒക്കെ ഷേപ്പ്. കുറേ നേരം നടക്കുന്നു, ഇത് എവിടെ എത്തുന്നില്ല. ഹലോ, അപ്പം ഞങ്ങൾ നാളെ രാവിലെ വെയിൽസിൽ പോവാണ്. ഒരു 5 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചാലാണ് നാളെ ഏർലി മോർണിംഗ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. സോ കുറച്ച് പാക്കിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. ആൻഡ് നമുക്ക് വെയിൽസിലേക്ക് പോവാം. അപ്പോൾ നമുക്കിനി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാം. എൻ്റെയും അർജിത്തിൻ്റെയും ക്ലോത്ത്സൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. ഓൾമോസ്റ്റ് ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ നമ്മൾ റെഡി ആയതിന് ശേഷം ചാർജറ്, ബ്രഷ്, പേസ്റ്റ്, പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇനി വെക്കാനുള്ളൂ. അപ്പോൾ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡി ടു ഗോ. അപ്പോൾ ഇനി നാളെ രാവിലെ റെഡി ആയിട്ട് കാണാം. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ സമയം ഇപ്പം 4:59 ഞങ്ങളിപ്പോൾ ഇറങ്ങുവാണ്. അർജിത്ത് നമുക്ക് പോയിട്ട് വന്നാലോ? എക്സൈറ്റഡ് ആണോ? ഓക്കെ, അപ്പോൾ നമുക്കിനി പോകുന്ന വഴിയിലൊക്കെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം. ഇപ്പോൾ സമയം രാവിലെ 7 മണിയായി. ഞങ്ങൾ ബർമിംഗം എത്തി. ഇനി ഇവിടുന്ന് ഒരു 2.5 hours കൂടെ ഉണ്ട് വെയിൽസിൽ നമ്മൾ ഫസ്റ്റ് പോകുന്ന സ്പോട്ടിൽ. നമ്മൾ ആദ്യം പോകുന്നത് ഏബർ ഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. കുറച്ച് വാട്ടർഫോൾസ് ഒക്കെ ഉള്ള. അതിൻ്റെ ശരിക്കുള്ള പേര് വെൽഷിൽ വേറെ എന്തോ ആണ്, അത് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല. പിന്നെ അവിടെ എത്തിയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഏബർ ഫാൾസിലെത്തി. അപ്പോൾ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി നമുക്ക് പാർക്കിങ്ങിൽ നിന്ന് കുറച്ച് ദൂരം നടക്കണം. അപ്പം നമ്മൾ അതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു കോട്ടേജ്. ഈ ഏബർ ഫാൾസിൻ്റെ വെയിൽസിലുള്ള പേരിതാണ് അങ്ങനെയാ തോന്നുന്നു ഇത് പ്രൊണൗൺസ് ചെയ്യണത്. ഇത് എന്തോ ഒരു വീലാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വാട്ടർഫോൾസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതിലൂടെ നടക്കുമ്പോൾ വളരെ കാം ആൻഡ് സൂത്തിങ് ആയിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. ആ ഒരു സൗണ്ട്, ഇപ്പോൾ അരുവി ഒഴുകുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണേലും പിന്നെ കിളികളുടെ സൗണ്ട് ഉണ്ട്. എന്താ പറയുക, വളരെ ഒരു റിലാക്സ്ഡ്, ഒരു സൂത്തിങ് ഒരു ഫീൽ. നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടൊരു വ്യൂ ആണ്, നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾസ് കാണാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. നമുക്കൊരു 1 hour വാക്ക് ഉണ്ടെന്നാണ് പറഞ്ഞേ. പക്ഷേ ഇതിലൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സീ, വാവ്. നമ്മൾ ഈ ഫെയറി ടെയിൽ സിനിമയിലൊക്കെ കാണുന്ന സ്ഥലങ്ങൾ പോലെയുണ്ട്. ഇവിടെ ആൾക്കാർ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്, നല്ല ഫീൽ ചെയ്യണേ. പോണ എല്ലാവരും ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാം വിഷ് ചെയ്തിട്ടാണ് പോണേ. ആക്ച്വലി ഇതിലൂടെ നടക്കുമ്പോൾ എനിക്ക്
തോന്നുന്നത് എന്താ അറിയോ, നമ്മുടെ ഈ പടമില്ലേ, ക്രിസ്റ്റ്യൻ സ്റ്റുവർട്ടിൻ്റെ പടമില്ലായിരുന്നോ, സ്നോ വൈറ്റ് ആൻഡ് ദ ഹൺസ്മാൻ, അതിനകത്ത് കാണിക്കുന്ന കാട് പോലെയൊക്കെ ഫീൽ ചെയ്യുക അല്ലേ? ബ്യൂട്ടിഫുൾ. നോക്കിക്കേ ഈ മരത്തിൻ്റെയൊക്കെ ഷേപ്പ്. ഞങ്ങൾ ചൂസ് ചെയ്തത് ഈസി ആയിട്ടുള്ളൊരു വാക്കിംഗ് റൂട്ടായിരുന്നു, പക്ഷേ ഇത് ഈസി ആയിട്ട് തോന്നുന്നില്ല അല്ലേ? കുറേ നേരം നടക്കുന്നത് ഇത് എവിടെ എത്തുന്നില്ല. ബട്ട് ഐ എം എക്സൈറ്റഡ്. എങ്ങനെയായിരിക്കും അവിടെ പോകുമ്പോഴുള്ള ആ ഒരു വ്യൂ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒറ്റ ബുദ്ധി അല്ലേ? ഒറ്റ മൈൻഡ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇതിലൂടെ നടക്കുമ്പോഴുള്ള വ്യൂസ് പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്, അടിപൊളിയാണ്. ഗൈസ് നോക്കൂ, മലമുകളിൽ കുറേ ചെമ്മരിയാടുകൾ. ഈ ഒരു സ്പീഡിൽ നടന്നാൽ 3 മണിക്കൂർ പോലും ആവേണ്ട അവിടെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നോക്കിക്കേ, ഇവിടുത്തെ വെതർ റെക്കോർഡ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ്. അപ്പോൾ നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ദൂരേന്ന് കാണാം. എനിക്ക് കുറച്ച് നേരം കൂടെ നടക്കാനുണ്ട്. എക്സൈറ്റഡ്. എന്തത്? അത് പുല്ലാണ്, കുറ്റി കുറ്റി പുല്ലുകൾ. എനിക്കൊക്കെ ഇവിടെ കിടന്ന് ഉരുളാൻ തോന്നുക. നോക്ക് ഗൈസ്, സീ, വാവ്. ഓ നോക്കൂ, ആ ദൂരെ കാണുന്നതാണ് നമ്മൾ കാണാൻ വന്ന വാട്ടർഫോൾസ്. നമുക്കതിൻ്റെ അടുത്തേക്ക് നടന്ന് പോവാം. ഇമാജിൻ ഇതൊക്കെ ഒരു ചെറി ബ്ലോസം മരമായിരുന്നെങ്കിൽ ഇതൊക്കെ പൂത്ത് കഴിഞ്ഞാൽ വാവ്, നമ്മുടെ വാട്ടർഫോൾസ്. നോക്കിക്കേ, 2 പേര് ഹൈക്ക് ചെയ്യണേ. അങ്ങനെ നമ്മൾ 1 hour നടന്ന് വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ വാട്ടർഫോൾസിലെത്തി. സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ വാട്ടർഫോൾസൊക്കെ കണ്ട് തിരിച്ചിറങ്ങി പാർക്കിങ്ങിൽ എത്താറായി. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. സ്നോഡോണിയ നാഷണൽ പാർക്കിലുള്ള ഒരു ഏരിയയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. നല്ല വെതറാണ്. ഹൈക്കിങ്ങിനൊക്കെ പറ്റിയ നല്ല സ്പോട്ടാണ് ഇവിടെ. പക്ഷെ ഞങ്ങൾ ഹൈക്കിങ്ങിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടല്ല വന്നത്. സ്റ്റിൽ കൊള്ളാം.
നേരത്തെ കണ്ട ഹെലികോപ്റ്റർ അതിപ്പോഴും ഇങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലൊക്കെ ചെക്ക് ഇൻ ചെയ്തു. കുറച്ച് നേരം ഒരു നാപ്പൊക്കെ എടുത്തു. അതിനുശേഷം ഫുഡ് കഴിച്ചു. ഇനി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നടക്കാൻ പോവാണ്. കടയിൽ നിന്ന് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിക്കാം. ആൻഡ് ഒരു നൈറ്റ് വാക്ക് ആരാണ് ആഗ്രഹിക്കാത്തത്? ഇവിടെ അടുത്ത് ഏതോ അരുവിയുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരു പള്ളിയുണ്ട്. വിജലംബിച്ച റോഡുകൾ. നേരത്തെ ഞങ്ങൾ ഇതുവഴി വന്നപ്പം ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ക്രൗഡഡ് ആയിരുന്നു അല്ലേ? കുറേ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഒരു ലൈവായിരുന്നു. ഇപ്പം എല്ലാവരും ഉറങ്ങി തോന്നുന്നു. പക്ഷേ സമയം രാത്രി 8:30 ആയിട്ടുള്ളൂ. പിന്നെ കമ്പാരിറ്റീവ്ലി തണുപ്പ് കുറവാണ്. നമ്മൾ വന്ന സ്ഥലത്ത് നോക്കുമ്പോൾ അധികം തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. 11 ഡിഗ്രി എന്നാണ് ഇപ്പോൾ പറയണേ. പക്ഷെ അധികം നമുക്ക് സഹിക്കാൻ പറ്റുന്ന അത്ര തണുപ്പുള്ളൂ. നേരത്തെ അരുവിയുടെ സൗണ്ട് കേൾക്കുന്നു പറഞ്ഞില്ലായിരുന്നു? അത് ഇവിടെയാണ്. ഇവിടെ ഒരു വാക്കിങ്ങിനൊക്കെ പോകുന്നൊരു വഴിയൊക്കെ ഉണ്ട്. നൈറ്റ് വാക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ ലോണ്ടീസ് എന്ന് പറഞ്ഞ കട മാത്രമേ കണ്ടുള്ളൂ അവിടെ. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. തിരിച്ചു വന്നൊന്ന് ഫ്രഷായി. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. എന്തായാലും കിടന്നുറങ്ങണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഗുഡ് നൈറ്റ്. ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.